ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആയിട്ട് എന്തിന് ഞാൻ രാവിലെ ഉണർന്നു എന്ന് എനിക്കറിയില്ല. വെളുപ്പിനെ ഉണർന്നതാണ്. എന്നിട്ടാണ് ഞാൻ ചേട്ടൻ പോയതിനു ശേഷം വീണ്ടും കിടന്നത്. എന്തിനാണ് എന്തോ കുത്തിയും പറിച്ച് രാവിലെ എണീറ്റത്. എന്തായാലും ഉണർന്നതല്ലേ, ഇനിയിപ്പം നമുക്ക് മുടിയൊക്കെ ഒന്ന് ചീകി കെട്ടി വയ്ക്കാം. അപ്പോൾ കുറച്ച് സമാധാനമാവും. ഇനി ബെഡൊക്കെ ഒന്ന് നല്ല രീതിയിൽ തട്ടിക്കുടഞ്ഞ് വിരിച്ച് ഒന്ന് ഫ്രഷായിട്ട് പുറത്തോട്ട് ഇറങ്ങാം. വാതിൽ തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇതാ നമ്മുടെ പൂച്ച സാറ് മിയാന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവനെ ഞാൻ വെളുപ്പിനെ പുറത്തു കൊണ്ടാക്കിയതാണ്. കാരണം അവന് കുറച്ചൊക്കെ സാധിക്കാറുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് വരട്ടെന്ന് കരുതി. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റപ്പോണ്ടോ എൻ്റെ ഡോറിൻ്റെ ശബ്ദം കേട്ടോ ഉടനെ അവൻ എത്തിയിട്ടുണ്ട്. പിന്നെ ഞാനും അവനും കൂടി ഇതാ ബാക്ക് സൈഡ് വാതിൽ തുറന്ന് അവിടെ സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്നു. ഞാനവനെ ഒന്ന് ചെറുതായിട്ട് കളിപ്പിക്കാൻ പോയതാണ്. പക്ഷെ ആളിൽ പിടിച്ചില്ല. ആളോടി മുകളിലോട്ട് കയറി. പിന്നെ അവൻ അങ്ങ് ടെറസിന് മുകളിലോട്ട് പോയി. ഞാൻ പിന്നെ താഴെ ആരും ഉണർന്നിട്ടില്ല. അമ്മയച്ഛനൊന്നും ഉണരാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, വാഷിംഗ് മെഷീനിൽ തുണിയിടാമെന്ന് പറഞ്ഞ് അടുക്കളയിൽ കയറി. അടുക്കളയിലാണ് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുള്ളത്. അതിൻ്റെ കണക്ഷനൊക്കെ ഇവിടെയാണ്. അങ്ങനെ പിന്നെ ഡ്രസ്സ് അലക്കാൻ വേണ്ടി അങ്ങോട്ട് ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ടെറസിന് മുകളിൽ കറങ്ങി തിരിയാൻ പോയ ആളിന് വിശപ്പുണ്ടേ, അതുകൊണ്ട് ആളിന് പാൽ കുടിക്കണം. അതുകൊണ്ട് ആൾ താഴോട്ട് വന്നിട്ടുണ്ട്. ഞാൻ അവനുള്ള പാലൊഴിച്ച് കൊടുത്തു. അവൻ കുടിക്കാനായിട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എന്തിനാണാവോ ഇവൻ എന്നെ നോക്കിയതെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. അവ അവിടെ പാൽ കുടിക്കുന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് പോയി ബ്രഷ് ചെയ്ത് ഞാൻ പിന്നെ കുറച്ച് നേരമൊക്കെ പുറത്ത് നിന്ന്. കാരണം ഡ്രസ്സായിട്ട് അതിനെ വിരിച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അതിനെയൊക്കെ ഒന്ന് വിരിച്ചിട്ട് ഞാൻ എന്താ കുളിക്കാൻ കയറി. ഇപ്പോൾ അമ്മയും അച്ഛനും ഒക്കെ ഉണർന്നു കേട്ടോ. ഇങ്ങനെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ തല തോർത്താറുണ്ട്. അതൊരു മനസ്സ് വേണം. കുറച്ച് കാറ്റൊക്കെ കിട്ടി. അങ്ങനെ പിന്നെ ഞാൻ തലയൊക്കെ തോർത്തി ഒന്ന് ഇതായിട്ട് താഴോട്ട് വന്നിട്ടുണ്ട്. താഴോട്ട് വന്നപ്പോൾ ഇതാ ആശ ഇവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് പാല് കുടിക്കണം. രണ്ട് വീട്ടിൽ നിന്നും കുടിച്ചാലേ അവന് സമാധാനമാകും. ഇവിടെ വന്നപ്പോൾ അമ്മ പാത്രം കഴുകുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പത്തിൻ്റെ മാവ് തലേദിവസം ഞങ്ങൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വരുന്നതിന് മുമ്പായിട്ട് അമ്മ കുക്കറിൽ ഉരുളക്കിഴങ്ങ് വേകാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. പിന്നെ അത് അതിൻ്റെ ഇടയിൽ ഇത് എൻ്റെ കാലിൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കടുവറുത്ത് ചട്ടിയിലിട്ട് അമ്മ കറി വെച്ചു. അവിടെ കറിയാകുന്ന സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് അപ്പം ചുട്ടെടുത്തു. ഇപ്പോൾ സമയം ഒരുപാടായിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും കാപ്പി കുടിക്കാനുള്ള സമയമൊക്കെ ആയി. പിന്നെ ഞാൻ അച്ഛനും അമ്മയ്ക്കും ഒക്കെ കാപ്പി എടുത്ത് കൊടുത്തു. അച്ഛന് കൂടെ ചൂടുവെള്ളം കൂടി കൊടുത്തു. അമ്മയ്ക്ക് കട്ടൻ വേണം, അതുകൊണ്ട് ഞാൻ കട്ടൻ ഇട്ടു. പിന്നെ ഞങ്ങളുടെ അടുത്തത് വികലാംഗനാണ്, അതാണ് ഞാൻ കാണിച്ചു തരുന്നത്. റിസ്ക്കാണ്. ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ തട്ടിയാൽ അപ്പോൾ എല്ലാം തലയിൽ വീഴും. കൂടെ ഞാനും കാപ്പി കുടിച്ചു. രാവിലത്തെ കാപ്പി എനിക്ക് താഴെ നിന്നാണ്. കാരണം ചേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഒരാൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കണ്ടെന്ന് കരുതി അവിടെ നിന്ന് കഴിക്കും. പിന്നെ ഞാൻ മുകളിൽ കയറി വന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള പയറും കഞ്ഞി വയ്ക്കുകയാണ്. നേരത്തെ ഉള്ളിയൊക്കെ നേരത്തെ ഇട്ട് അടിച്ച് ഇപ്പം ഇതായി വന്നപ്പോൾ തേങ്ങ ഇട്ടു. കൂടെ കുടിക്കാനുള്ള വെള്ളവും കൂടി തിളച്ച് പിന്നെ ക്ലീൻ ചെയ്യും. അത് അടുപ്പിൻ്റെ പുറമൊക്കെ കുക്കറിൽ നിന്നുള്ള സംഭവങ്ങളൊക്കെ തെറിച്ച് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് പിന്നെ അകമൊക്കെ തൂത്തുവാരി പാത്രം കഴുകി അങ്ങനെ കഞ്ഞി ഉണ്ടാക്കിയെങ്കിലും കഞ്ഞി കുടിക്കേണ്ടി വന്നില്ല. ചേട്ടൻ വന്നപ്പോൾ ഒരു പൊതിച്ചോറ് വെച്ചാണ് വന്നത്. പിന്നെ ആ കഞ്ഞി രാത്രിത്തേക്ക് കുടിക്കാമല്ലോ എന്ന് വെച്ച് മാറ്റി വെച്ച് അങ്ങനെ പൊതിച്ചോറ് വെച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചു. ഓംപ്ലേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ചമ്മന്തി, ചക്ക ഇളക്കിയത് ചക്കക്കറിയായിട്ടുണ്ടായിരുന്നു, മീൻ വറുത്തതും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അടിപൊളിച്ച് ഒരു പൊതിച്ചോറങ്ങ് കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.